തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ 25-ലധികം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ടാണ് കുട്ടികൾ ഓരോരുത്തരായിട്ട് വയറുവേദനയായിട്ട് ഛർദിലായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഒന്നൊന്നായി വന്ന് ഇപ്പോൾ രാത്രി ഈ ടൈം ആകുമ്പോഴേക്കും 25ഓളം പേര് ഗ്രീൻ സോണിൽ വന്നു പോയി. കാരണം പുറത്തുനിന്ന് ആരും ഞങ്ങൾ കോമൺ ആയിട്ട് ഇത്രയും ജൂനിയേഴ്സിൽ നിന്നും ഉണ്ട്, ഞങ്ങൾ സീനിയർ ബാച്ചസിൽ നിന്നും ഉണ്ട് കുട്ടികൾ. അപ്പോൾ എന്തായാലും കോമൺ ആയിട്ട് ഒരിടത്തുനിന്ന് ഇത്രയും സ്റ്റുഡൻസ് എന്തായാലും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റൽ മെസ്സാണ്. അപ്പോൾ ഇത് മെസ്സിലെ തന്നെ ഫുഡ് പോയ്സണിങ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും പേർക്ക് ഒരുമിച്ച് വരുന്ന ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും 1-2 പേർക്ക് വരും, അത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും, അതങ്ങ് പോകും, അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇത്രയും പേർക്ക് ഒരുമിച്ച് 25ഓളം പേർക്ക് സിവിയർ ആയിട്ട് ഇപ്പൊ റെഡ് സോണിലൊക്കെ കയറ്റിയിരിക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ്. ചന്തു ചന്ദ്രശേഖരനോട് വിവരങ്ങൾ നൽകാൻ. ചന്തു, ഇപ്പോൾ എത്ര കുട്ടികളാണ്, എത്ര വിദ്യാർത്ഥികളാണ് ആകെ ചികിത്സയിൽ തേടിയിട്ടുള്ളത്? ആരുടെങ്കിലും നിലയിൽ എന്തെങ്കിലും ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടോ? ഇവരെന്താണ് പറയുന്നത്? അർണ്യ, നിലവിൽ ആരുടെയും നില ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഏകദേശം 25ഓളം കുട്ടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെത്തി ചികിത്സ തേടിയിട്ടുണ്ട്. കുറച്ചുപേർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നേരത്തെ ഈ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിന്നും കഴിച്ച ഭക്ഷണമല്ലാതെ ഇവർ പുറത്തുനിന്ന് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ചപ്പാത്തി കഴിച്ചിരുന്നു, ഇന്ന് രാവിലെ സാമ്പാർ കറിയായി കഴിച്ചിരുന്നു. ഈ കഴിച്ച സാമ്പാറിന് പുളിപ്പ് തോന്നിയതായി പല കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പുറത്ത് ഭക്ഷണം കഴിക്കാത്ത സാഹചര്യത്തിലും ഈ ഹോസ്റ്റലിലെ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതാണ് ഇവർക്ക് സംശയം തോന്നിപ്പിച്ചത്. കാരണം ഇത്രയധികം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മറ്റു കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പല കുട്ടികളും ഈ ഹോസ്റ്റലിൽ വെച്ച് തന്നെ വയറുവേദനയും ഛർദിലും വന്നപ്പോൾ സ്വയം മരുന്നുകൾ എടുക്കുകയും അല്പം ശമനം ലഭിച്ചതിന് ശേഷം അത് കാര്യമായി കാണാതിരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കൂടുതൽ ഗൗരവമാവുകയും ഇത്രയധികം കുട്ടികൾ ആശുപത്രിയിലേക്ക് എത്തുകയും ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് സംശയം തോന്നിയത്. എന്തായാലും ഇവർ വളരെ വിശദമായി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. നേരത്തെയും സമാനമായി തന്നെ ഹോസ്റ്റലിൽ ഇത്തരം കുട്ടികൾക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വയറുവേദനയും ഛർദിലും അടക്കമുള്ള സാഹചര്യങ്ങളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആ സാഹചര്യം ചൂണ്ടിക്കാട്ടി കുട്ടികൾ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോഴും കുട്ടികൾ ആശുപത്രിയിലുണ്ട്. അവർ യെല്ലോ സോണിൽ എത്തിയ കുട്ടികൾ, അതായത് ക്ഷീണം, തളർച്ച, വയറുവേദന ഒക്കെയായി യെല്ലോ സോണിലെത്തിയ കുട്ടികൾക്ക് അവരെ റെഡ് സോണിലേക്ക്, അതായത് കുറച്ചുകൂടി അവരുടെ ആരോഗ്യനില ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ക്ഷീണവും തളർച്ചയും കൂടുന്ന സാഹചര്യത്തിൽ അവരെ റെഡ് സോണിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത്ര അതീവ ഗുരുതരമാകുന്നില്ല. എങ്കിലും ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടികൾക്കുണ്ട്. അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 25ഓളം പേർ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. കുറച്ചുപേർ ചികിത്സ തേടി മടങ്ങിപ്പോയിട്ടുമുണ്ട്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ചന്തു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഹോസ്റ്റലിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 25-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ചന്തു ചന്ദ്രശേഖരനാണ് വിവരങ്ങൾ നൽകിയത്.